Welcome to Garam Masala, the magic spices of cooking. Special കായ്പോള അല്ലെങ്കിൽ മലബാർ ബനാന പുഡിംഗ്. ഇന്ന് നമുക്ക് കായ്പോള അല്ലെങ്കിൽ ബനാന പോള തയ്യാറാക്കിയെടുക്കാം. ഇതിനെ നമുക്ക് ചൂടോടുകൂടെ സ്നാക്കായും തണുപ്പിച്ചതിന് ശേഷം ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആയും സെർവ് ചെയ്യാം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 10 കാഷ്യൂ നട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ റൈസൻസ് കൂടി ചേർക്കാം. ഇതിനെ കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് നല്ല പഴുത്ത 2 വലിയ നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്താൽ നമ്മുടെ ഈ ഡിഷ് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് ബാക്കി വന്നിട്ടുള്ള നെയ്യിലോട്ട് ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ ബനാനയെ നന്നായി വേവിച്ചെടുക്കണം. നമ്മുടെ ബനാന ഉടഞ്ഞു വരണം. നമ്മുടെ ബനാന തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 3 മുട്ട എടുക്കാം. ഞാൻ ഇവിടെ വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം. ഞാനിവിടെ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിനെ ഒരു സോസ് പാനിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ എടുത്ത് ചൂടാക്കാം. നമുക്ക് ഈ പാനിനെ ഒന്ന് ചുഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വേവിച്ചെടുത്താലും മതി. ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും ഇത് കുക്കായി വരാൻ. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബനാന പോള തയ്യാറായിട്ടുണ്ട്. ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ നൈഫ് ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോള കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ ബനാന പോള തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടോടുകൂടെ സ്നാക്കായി സെർവ് ചെയ്യാം. ഈ പോളയെ നമുക്ക് 1.5 മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അതിനുശേഷം നമുക്കിതിനെ പുഡിംഗ് ആയും സെർവ് ചെയ്യാം. താങ്ക് യു.